മറ്റൊരു ഗ്രഹത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഐലൻഡിലാണ് നമ്മുടെ കഥാനായകനായ സോണിക് താമസിക്കുന്നത്. ലോങ് ക്ലോ എന്ന ജയന്റ് ആയിട്ടുള്ള ഈ മൂങ്ങയാണ് ചെറുപ്പം മുതലേ സോണിക്കിനെ വളർത്തിയത്. പുള്ളിക്കാരി സോണിക്കിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നീ ഒരിക്കലും നീ ആരാണ് എന്ന് മറ്റുള്ളവരെ അറിയിക്കരുത്. നിന്റെ ശക്തി എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവര് നിന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. അതേപോലെ നിന്റെ ശക്തി കൈക്കലാക്കാനും ഒരുപാട് പേരുണ്ടാവും. എന്നാൽ കുട്ടി സോണിക്ക് അത് കാര്യമാക്കാറില്ല. വളരെ വേഗത്തിൽ ഓടാൻ സാധിക്കുന്ന സോണിക്കിന് ഈ ഐലൻഡ് മുഴുവനും വെറും 2 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കാനേ സാധിക്കും. അതുകൊണ്ട് തന്നെ താൻ ഓടിപ്പോകുന്നത് മറ്റുള്ളവർ ആരും കാണത്തില്ല. എന്നാൽ എക്കിഡ്ന എന്ന വില്ലന്മാരുടെ ട്രൈബിന് ഇതറിയാം. അവര് സോണിക്കിനെ അറ്റാക്ക് ചെയ്ത് അവന്റെ ശക്തി കൈക്കലാക്കാൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സോണിക് തന്റെ ശക്തി ഉപയോഗിച്ച് വളരെ വേഗത്തിൽ വീട്ടിൽ എത്തുകയാണ്. തക്ക സമയം നോക്കി എക്കിഡ്ന ട്രൈബ് അവിടെ എത്തുകയും അവർ അറ്റാക്ക് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ അറ്റാക്കിൽ നിന്ന് സോണിക്കിനെ ലോങ് ക്ലോ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. പുള്ളിക്കാരി സോണിക്കിനെ പിടിച്ച് ദൂരേക്ക് പറന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അപ്പോൾ എക്കിഡ്ന ട്രൈബിന്റെ അമ്പ് ലോങ് ക്ലോന്റെ ദേഹത്ത് കുത്തിക്കയറി. അതായത് ഇനി പുള്ളിക്കാരിക്ക് പറക്കാൻ സാധിക്കില്ല. ഇനി ഈ ഐലൻഡിൽ സോണിക് സേഫ് അല്ല എന്ന് ലോങ് ക്ലോക്ക് മനസ്സിലായി. പുള്ളിക്കാരി തന്റെ കൈവശമുള്ള മാജിക് റിംഗ് ഉപയോഗിച്ച് ഭൂമിയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ്. ഭൂമി എന്ന ഈ ഗ്രഹത്തിൽ നീ സേഫ് ആയിരിക്കും, എന്നാൽ അവിടെയുള്ള മനുഷ്യർ ഒരിക്കലും നിന്നെ കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ നിന്നെ പിടിക്കാനും നിന്നെ ഇല്ലാതെയാക്കാനും ഒരുപാട് പേര് നിന്റെ പിന്നാലെ ഉണ്ടാവും. അതുകൊണ്ട് ഭൂമിയിൽ നീ ഒളിച്ചു വേണം താമസിക്കാൻ. സോണിക്കിനോട് ഓടി രക്ഷപ്പെടാൻ ലോങ് ക്ലോ ആവശ്യപ്പെട്ടു. അതേപോലെ മാജിക് റിംഗ്സ് ഉള്ള ബാഗ് നൽകിയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ മതി എന്നും പറയുന്നുണ്ട്. അങ്ങനെ സോണിക് ഭൂമിയിലെത്തി ഓടി പോകുമ്പോൾ കാണുന്നത് ലോങ് ക്ലോനെ അറ്റാക്ക് ചെയ്യാനായി വരുന്ന എക്കിഡ്ന ട്രൈബ്സിനെയാണ്. അപ്പോൾ സോണിക് പെട്ടെന്ന് പുള്ളിക്കാരിയെ രക്ഷിക്കാൻ പിന്നോട്ടേക്ക് ഓടിയെങ്കിലും അപ്പോഴേക്കും ആ മാജിക് റിംഗ് ക്ലോസ് ആയി. അതായത് ഇപ്പോൾ നമ്മുടെ കുട്ടി സോണിക് ഭൂമിയിലെത്തി. ഇനി നമ്മൾ കാണുന്നത് 10 വർഷത്തിന് ശേഷമുള്ള കഥയാണ്. മൊണ്ടാന ഗ്രീൻ ഹിൽസ് എന്ന മനോഹരമായ നാട്ടിലാണ് ഇപ്പോൾ നമ്മുടെ സോണിക് രഹസ്യമായി ജീവിക്കുന്നത്. ഗ്രീൻ ഹിൽസിൽ ഷെരീഫ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഇദ്ദേഹമാണ് ടോം വക്കോസ്കി. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ജോലി ഒരു റോഡ് സൈഡിൽ ഓവർ സ്പീഡിൽ വാഹനങ്ങൾ പോകുന്നുണ്ടോ എന്ന് നോക്കലാണ്. എന്നാൽ കാറ് പോയിട്ട് ഒരു സൈക്കിൾ പോലും അതിലെ കൂടി പോകുന്നില്ല. അപ്പോഴാണ് ഒരു ആമ റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ ടോം കണ്ടത്. നീ എങ്കിലും ഉണ്ടല്ലോ എന്നൊക്കെ ടോം പറയുന്നുണ്ട്. ടോം തന്റെ കയ്യിലുള്ള സ്പീഡ് ഗൺ കാറിന്റെ ഡാഷ് ബോർഡിൽ വെച്ചു. ആ സമയമാണ് അതിലെ കൂടി നമ്മുടെ സോണിക് പാസ് ചെയ്തു പോയത്. അപ്പോൾ സ്പീഡ് ഗണ്ണിൽ 400 km/h വേഗതയിൽ എന്തോ പാസ് ചെയ്തു പോയതായി ടോം കണ്ടു. എന്താണ് സംഭവിച്ചത് എന്നൊന്നും ടോമിന് മനസ്സിലാകുന്നില്ല. വീണ്ടും സ്പീഡ് ഗണ്ണിൽ അത് കാണിക്കുകയാണ്. ടോം വിചാരിക്കുന്നത് തന്നെ സ്പീഡ് ഗൺ കംപ്ലൈന്റ് ആയി എന്നാണ്. എന്നാൽ നമ്മുടെ കുറുമ്പൻ സോണിക് അദ്ദേഹത്തെ മനഃപൂർവ്വം കളിപ്പിക്കുന്നതാണ്. അങ്ങനെ ടോം കാറിൽ നിന്ന് പുറത്തിറങ്ങി വെറുതെ അതിലെ കൂടി നടക്കുമ്പോൾ അവിടെ താഴെ നിന്നും വിചിത്രമായ ഒരു നീല സാധനം ടോമിന് ലഭിക്കുകയാണ്. നമ്മുടെ സോണിക് ആക്ച്വലി ഒരു മുള്ളൻ പന്നിയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പോൾ ടോമിന് ഇവിടെ ലഭിച്ചത് സോണിക്കിന്റെ തലയിലുള്ള ഒരു മുള്ളാണ്. ടോമിന്റെ ഈ സ്ഥലത്തെ ജോലി കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ഇപ്പോഴും ആ ആമ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. വളരെ വേഗത്തിൽ ഒരു കാറ് വരുന്നത് കാണാം. ആമയുടെ ജീവൻ അപകടത്തിലാണ്. എന്നാൽ സോണിക് വളരെ വേഗത്തിൽ വന്ന് ആമയെ രക്ഷിക്കുകയാണ്. എന്നിട്ട് ആമയോട് പറയാണ്, ഇങ്ങനെ സ്ലോ ആയിട്ട് ജീവിക്കുന്നത് എന്തൊരു കഷ്ടമാണ്, നീ സങ്കടപ്പെടേണ്ട, ഇന്ന് നിനക്ക് ഭാഗ്യമുള്ള ദിവസമാണ്. എന്നിട്ട് ആ ആമയെ വേഗത എന്താണ് എന്ന് സോണിക് അറിയിച്ചു കൊടുക്കുകയാണ്. സോണിക് ആമയെ പിടിച്ച് അത്രയും വേഗത്തിൽ ഓടുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആരും അറിയാതെ ഒരു ഗുഹയുടെ അകത്താണ് സോണിക് ജീവിക്കുന്നത്. സോണിക് ഒറ്റക്കാണ് ജീവിക്കുന്നതെങ്കിലും ഒറ്റക്ക് ജീവിച്ച് സോണിക് ഹാപ്പിയാണ്. സോണിക്കിന് നന്നായി സംസാരിക്കാനും വായിക്കാനും ഒക്കെ അറിയാം. സകല ബുക്സും സോണിക് വായിക്കാറുണ്ട്. ആൻഡ് അത്രയും ബുക്സ് വായിക്കാൻ സോണിക്കിന് വെറും സെക്കൻഡുകൾ മാത്രം മതി. ഒരു വാഷിംഗ് മെഷീൻ ആണ് സോണിക് ട്രെഡ്മിൽ ആയിട്ട് ഉപയോഗിക്കുന്നത്. തന്റെ താമസ സ്ഥലത്ത് പഴയ ബോർഡ് വെച്ച് ഒരു ടേബിൾ ടെന്നീസ് ഒക്കെ സോണിക് ഉണ്ടാക്കിയിട്ടുണ്ട്. ബോറടിക്കുമ്പോൾ സോണിക് തന്നെ സ്വയം ടേബിൾ ടെന്നീസ് കളിക്കും. ഇനി ഭൂമിയിൽ സോണിക്കിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ സോണിക് ഭൂമി വിട്ട് ഈ മഷ്റൂം മാത്രമുള്ള ഗ്രഹത്തിലേക്കാണ് അടുത്തത് പോകേണ്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രീൻ ഹിൽസിൽ താമസിക്കുന്ന സോണിക്കിന് ഈ നാടും നാട്ടുകാരെയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവർ ആരും ഇതുവരെ സോണിക്കിനെ കണ്ടിട്ടില്ലെങ്കിലും അവരൊക്കെ തന്നെ സ്വന്തം ബന്ധുക്കളാണ് എന്നാണ് സോണിക് വിശ്വസിക്കുന്നത്. അതേപോലെ ഈ നാട്ടിലെ സോണിക്കിന് ഏറ്റവും ഇഷ്ടം ടോമിനെ തന്നെയാണ്. മാഡി എന്ന ഈ സ്ത്രീയാണ് ടോമിന്റെ ഭാര്യ. പുള്ളിക്കാരി ഒരു വെറ്റിനറി ഡോക്ടറാണ്. അതേപോലെ എല്ലാ ദിവസവും മാഡി യോഗ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ മാഡി കാണാതെ പുള്ളിക്കാരിയോടൊപ്പം നമ്മുടെ സോണിക്കും യോഗ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. രാത്രി അവർ എപ്പോഴും സിനിമ കാണും. അപ്പോൾ നമ്മുടെ സോണിക്കും ജനാലയിൽ കൂടി അവരെ കാണാതെ സിനിമകൾ കാണും. അതായത് ടോമിന്റെയും മാഡിയുടെയും വീട്ടിലെ ഒരു അംഗം പോലെ തന്നെയാണ് സോണിക് ജീവിക്കുന്നത്. എന്നാൽ ആ കാര്യം അവർക്ക് അറിയത്തില്ല എന്ന് മാത്രം. ഇനി ഈ നാട്ടിൽ സോണിക് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒരേ ഒരു ആള് മാത്രമാണ്.
സത്യമാണ്. അദ്ദേഹത്തിന്റെ പേര് കാൾ എന്നാണ്. നാട്ടുകാരെല്ലാവരും അദ്ദേഹത്തെ ക്രേസി കാൾ എന്നാണ് വിളിക്കുന്നത്. അതിന്റെ കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് സോണിക്കിന്റെ ചിത്രം വരച്ചത്. എന്നിട്ട് നാട്ടുകാർക്കൊക്കെ അത് കാണിച്ചിട്ട് ദ ബ്ലൂ ഡെവിൽ എന്ന ഒരു ഏലിയന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ എല്ലാവരും അങ്ങേരെ കളിയാക്കി ചിരിക്കും. അപ്പോൾ കാളിന് വട്ടാണ്, മൂപ്പര് ക്രേസിയാണ് എന്നൊക്കെ പറഞ്ഞാണ് നാട്ടുകാർ അദ്ദേഹത്തെ ക്രേസി കാൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് വാശിയാണ്, താൻ പറയുന്നത് സത്യമാണ്, നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഏലിയൻ ജീവിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കണം. അതിനായി സോണിക്കിനെ പിടിക്കാൻ ക്രേസി കാൾ എപ്പോഴും ട്രാപ്സ് സെറ്റ് ചെയ്ത് വെക്കും. എന്നാൽ അതൊക്കെ സോണിക്ക് കണ്ടുപിടിക്കുകയും അദ്ദേഹത്തെ തന്നെ അദ്ദേഹത്തിന്റെ ട്രാപ്പിൽ വീഴ്ത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സോണിക്കിന്റെ പ്രധാന വിനോദം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ കൂടി താൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് പലപ്പോഴും സോണിക്കിന് സങ്കടമാവാറുണ്ട്. ടോമിന്റെ വീട്ടിൽ നിരന്തരമായിട്ട് റാക്കൂൺസ് വരാറുണ്ട്. റാക്കൂൺസിനെ കൊണ്ട് അവർക്ക് വല്ലാത്ത ശല്യമാണ്. റാക്കൂൺസ് ഡസ്റ്റ്ബിനിന്റെ വേസ്റ്റ് ഒക്കെ വലിച്ച് പുറത്തിടും. അതേപോലെ ജനാല തുറന്നെങ്കിൽ അവന്മാര് വീട്ടിന്റെ അകത്തും കയറും. രാത്രി സ്റ്റേഷനിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തിയ ടോമിന് ഭാര്യ സർപ്രൈസ് ആയിട്ട് ഒരു ലെറ്റർ നൽകുകയാണ്. എന്താണ് ഇത് എന്ന് ചോദിച്ചപ്പോൾ അത് ഞാൻ പറയത്തില്ല, നീ തന്നെ വായിച്ചു എന്ന് മാഡി പറയുകയാണ്. അപ്പോൾ അത് വേറൊന്നുമല്ല, സാൻ ഫ്രാൻസിസ്കോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ടോമിന് പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പോൾ ടോമിനും മാഡിക്കും ഒരുപാട് സന്തോഷമായി. കാരണം ടോമിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പ്രൊമോഷൻ. സോ ടോമിന് സാൻ ഫ്രാൻസിസ്കോയിൽ പ്രൊമോഷൻ കിട്ടിയാലും അവര് ഈ നാട് വിട്ട് അവിടെ പുതിയ താമസ സ്ഥലം റെന്റ് എടുക്കണം. അതിനായി നല്ലൊരു വീട് മാഡി കണ്ടെത്തിയിട്ടുണ്ട്. നാളെ തന്നെ ആ വീട് നോക്കാനായി ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നും ടോമിനോട് മാഡി പറയുന്നുണ്ട്. ടോമിന് പ്രൊമോഷൻ കിട്ടിയ സന്തോഷമുണ്ടെങ്കിലും ഗ്രീൻ ഹിൽസ് എന്ന തന്നെ സ്വന്തം നാട് വിട്ട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്നതിൽ ടോമിന് സങ്കടമുണ്ട്. ഇവിടെ കുട്ടികളുടെ ഒരു ബേസ്ബോൾ മാച്ച് നടക്കുകയാണ്. നമ്മുടെ സോണിക്കിന് ബേസ്ബോൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സന്തോഷത്തോടെ ആരും കാണാതെ ഒളിച്ചിരുന്നു കൊണ്ട് സോണിക്ക് ആ മാച്ച് കാണുകയാണ്. ടീം വിജയിച്ചപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി കൈയടിക്കുന്നതും ആഘോഷിക്കുന്നതൊക്കെ സോണിക്ക് കാണുന്നുണ്ട്. രാത്രി ആരുമില്ലാത്ത സമയം സോണിക്ക് ബേസ്ബോൾ കളിക്കാനായി ആ ഗ്രൗണ്ടിൽ എത്തി. സോണിക്കിനെ നമ്മൾക്ക് അറിയാലോ, ബാറ്റ് ചെയ്യുന്നതും ബോൾ ചെയ്യുന്നതും ഫീൽഡ് ചെയ്യുന്നതും എല്ലാം സോണിക്ക് തന്നെയാണ്. അത്രയും വേഗതയാണ് അവന്. അങ്ങനെ സ്വയം ബേസ്ബോൾ കളിച്ച് സ്വയം മാച്ച് വിജയിക്കുകയും ചെയ്തു. സോണിക്കിന് ഒരുപാട് സന്തോഷമായി. എന്നാൽ താൻ വിജയിച്ചത് കണ്ട് തനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഗാലറിയിൽ ആരുമില്ല. അപ്പോൾ സോണിക്കിന് സങ്കടമായി. അതായത് താൻ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്, തനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആരുമില്ല. അപ്പോൾ സോണിക്കിന് സങ്കടവും ദേഷ്യവും വന്നു. എന്നിട്ട് സോണിക്കാണെങ്കിൽ ആ ഗ്രൗണ്ടിന് ചുറ്റും വളരെ വേഗത്തിൽ ദേഷ്യത്തോടെ ഓടുകയാണ്. എങ്ങനെ ഓടുന്ന സമയത്ത് സോണിക്കിന്റെ ഫുൾ ശക്തി പുറത്തേക്ക് വരികയും ആ നാട്ടിലെ മുഴുവൻ ഇലക്ട്രിസിറ്റി കട്ടാവുകയും ചെയ്തു. അതായത് സോണിക്കിന്റെ ശക്തി സാറ്റലൈറ്റിനെ തന്നെ ബാധിച്ചു. ഈ ഷെരീഫ് ഓഫീസറിന്റെ പേരാണ് മിസ്റ്റർ വേഡ്. സ്റ്റേഷനിലേക്ക് സകല ആൾക്കാരും പവർ കട്ട് കാരണം കോൾ ചെയ്യുകയാണ്. തനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം സഹായം ചോദിക്കാനായി വീട്ടിലുള്ള ടോമിനെ വിളിച്ചു. അപ്പോൾ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെ വേഡിന് ടോം ആണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ പവർ കട്ടായ ഈ സമയം ടോം ഒരു കാര്യം ശ്രദ്ധിച്ചു. റോഡ് സൈഡിൽ നിന്ന് തനിക്ക് കിട്ടിയ നീല നിറമുള്ള മുള്ളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കുന്നു. ടോം അത് എന്താണ് എന്ന് അറിയാതെ അത്ഭുതത്തോടെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നടന്ന ഈ പവർ കട്ട് തീവ്രവാദികളുടെ ഒരു സാറ്റലൈറ്റ് അറ്റാക്ക് ആണ് എന്നാണ് US ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവൂ, അല്ലെങ്കിൽ തീവ്രവാദികൾ ഇതിനേക്കാൾ വലിയ അറ്റാക്ക് രാജ്യത്ത് നടത്തും എന്നൊക്കെയാണ് അവര് മീറ്റിംഗിൽ പറയുന്നത്. അവർക്കറിയത്തില്ലല്ലോ ഇതൊക്കെ സോണിക്കാണ് ചെയ്തത് എന്ന്. ഇനി ഈ കേസ് അന്വേഷിക്കാനായി ബുദ്ധിശാലിയായ ഒരാൾ തന്നെ വേണം. അതിനായി അവര് വിളിക്കാനായി പോകുന്നത് ഡോക്ടർ റോബോട്ട്നിക് എന്ന ആളെയാണ്. അദ്ദേഹത്തിന്റെ പേര് കേട്ടപ്പോൾ തന്നെ മറ്റുള്ള ഓഫീസേഴ്സിന്റെ മുഖം മാറി. കാരണം ഈ ഡോക്ടർ റോബോട്ട്നിക് എന്നയാള് ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല, ഒരു സൈക്കോ സ്വഭാവമുള്ള എന്നാൽ വളരെയധികം ബുദ്ധിശാലിയായ ഒരു റോബോട്ടിക്സ് എക്സ്പേർട്ടും സയന്റിസ്റ്റുമാണ്. അതേപോലെ അദ്ദേഹം വിശ്വസിക്കുന്നത് മനുഷ്യർ വെറും വേസ്റ്റ് ആണ്, മനുഷ്യരെ കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായി പറ്റത്തില്ല, എല്ലാം പറ്റുന്നത് റോബോട്ടുകൾക്കും ടെക്നോളജിക്കും മാത്രമാണ്. അദ്ദേഹത്തിന് സകല ടെക്നോളജിയും കൈകാര്യം ചെയ്യാനായി അറിയാം. അദ്ദേഹത്തിന്റെ കാരവാനിൽ നിന്ന് എല്ലാ ടെക്നോളജിയും അദ്ദേഹത്തെ കൊണ്ട് നിയന്ത്രിക്കാനേ സാധിക്കും. അത്രയും പവർഫുൾ ആണ് ഡോക്ടർ റോബോട്ട്നിക്. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആണ് ഏജന്റ് സ്റ്റോൺ എന്ന ഇദ്ദേഹം. ഡോക്ടർ റോബോട്ട്നിക്കിന്റെ കാരവാനിൽ നിന്ന് അദ്ദേഹത്തിന്റെ എഗ് മെഷീൻസ് പറന്നു വന്നതായി കാണാം. പട്ടാളത്തിന്റെയും പോലീസിന്റെയും ഒന്നും സഹായം എനിക്ക് വേണ്ട, എന്റെ എഗ് മെഷീൻസ് വെച്ച് എനിക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഈ എഗ് മെഷീൻസ് അദ്ദേഹത്തിന് തന്റെ കൈ കൊണ്ട് ബട്ടൺസ് പ്രസ് ചെയ്ത് കൺട്രോൾ ചെയ്യാനേ പറ്റും. അപ്പോൾ എഗ് മെഷീൻസ് അവിടെയുള്ള വസ്തുക്കളൊക്കെ സ്കാൻ ചെയ്തപ്പോൾ തറയിൽ സോണിക്കിന്റെ ഫുട് പ്രിന്റ് കണ്ടെത്തി. ഡോക്ടർ റോബോട്ട്നിക്ക് ആ ഫുട് പ്രിന്റ് തന്റെ കാരവാനിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോൾ അത് ഏത് ജീവിയുടെ ഫുട് പ്രിന്റ് ആണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെയും മനസ്സിലാകുന്നില്ല. നാട്ടിൽ നടന്നത് തീവ്രവാദിയുടെ അറ്റാക്ക് ഒന്നുമല്ല, മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ഒരു
ജീവിയുടെ ശക്തിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആ ജീവിയെ പിടിച്ചാൽ എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനായി പറ്റുമെന്നൊക്കെ ഡോക്ടർ റോബോട്നിക് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് ഏതാണ് ജീവി എന്ന് കണ്ടെത്തുക, എന്നിട്ട് അതിനെ പിടിക്കുക. സോ ഇവിടെ പോലീസ് പട്ടാളവും എല്ലാം തിരയുന്നത് തന്നെയാണ് എന്ന് സോണിക്കിന് മനസ്സിലായി. അതായത് 10 വർഷത്തിന് ശേഷം സോണിക് ഇപ്പോൾ ഭൂമി വിടാൻ നേരമായി. അപ്പോൾ താൻ താമസിക്കുന്ന ഗുഹയിൽ നിന്ന് എന്തൊക്കെയാണ് എടുക്കേണ്ടത് എന്ന് സോണിക്കിന് അറിയത്തില്ല. അവന്റെ പ്രിയപ്പെട്ട ബുക്സും സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോകുന്നതിൽ സോണിക്കിന് നല്ല വിഷമമുണ്ട്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂർ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നത്. എന്നാൽ ഓൾമോസ്റ്റ് 90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്കായി കൊണ്ടുവരാൻ അതെനിക്ക് വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. ഇവിടെ സാൻ ഫ്രാൻസിസ്കോയിലെത്തിയ മാഡിയെ ടോം കോൾ ചെയ്യുകയാണ്. ഇന്നലെ നടന്ന പവർ കട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഭാര്യയോട് പറയുന്നുണ്ട്. ഭാര്യ ഇവിടെ താമസിക്കുന്നത് പുള്ളിക്കാരിയുടെ സഹോദരിയുടെ വീട്ടിലാണ്. ഈ സമയം അവിടെ ഡസ്റ്റ്ബിൻ വീണതായി ടോം കണ്ടു. ഇത് റാക്കൂൺസിന്റെ പണി തന്നെയാണ് എന്ന് ടോമിന് അറിയാം. അപ്പോൾ ട്രാങ്കുലൈസർ ഗണ്ണുമായി റാക്കൂൺസിനെ വെടിവെച്ച് പേടിപ്പിച്ച് ഓടിക്കാനായി ടോം ചെല്ലുകയാണ്. പക്ഷെ അവിടെ വന്നത് റാക്കൂൺസ് ഒന്നുമല്ല, നമ്മുടെ സോണിക്കാണ്. ടോം കാണാതെ സോണിക് അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ട്. അവിടെ വെച്ച് മാജിക് റിങ്ങിലെ കൂടി മഷ്റൂം ഉള്ള ഗ്രഹത്തിലേക്ക് പോകാൻ. എന്നാൽ ഈ സമയം പെട്ടെന്ന് ടോം അകത്ത് കയറി വന്നു. അദ്ദേഹം കള്ളൻ കയറി എന്ന് വെച്ച് തോക്കും ചൂണ്ടിട്ടാണ് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നത്. അപ്പോൾ അദ്ദേഹം കാണുന്നത് ക്രേസി കാൾ എപ്പോഴും പറയുന്ന ബ്ലൂ ഡെവിൽ എന്ന ജീവിയാണ്. അത് കണ്ടപ്പോൾ തന്നെ ടോം ഭയന്നു. എന്നിട്ട് അറിയാതെ സോണിക്കിനെ കാലിൽ വെടിവെക്കുകയും ചെയ്തു. ടോം ധരിച്ചത് സാൻ ഫ്രാൻസിസ്കോന്റെ ഒരു ടീഷർട്ടാണ്. വെടികൊണ്ട് സോണിക്കിന്റെ ബോധം പോകാനായിട്ടുണ്ട്. എന്നാൽ ബോധം പോകുന്നതിന് മുൻപ് സോണിക് ടോമിന്റെ ടീഷർട്ടിലുള്ള സാൻ ഫ്രാൻസിസ്കോ കാണുകയും മാജിക് റിംഗിൽ സാൻ ഫ്രാൻസിസ്കോ ഓപ്പൺ ആവുകയും ചെയ്തു. എന്നാൽ ബാക്കി മാജിക് റിംഗ്സ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ബാഗ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വീഴുകയാണ്. സോണിക്കിന്റെ ബോധം പോവുകയും ചെയ്തു. ബോധം പോയ സോണിക്കിനെ ടോം തന്റെ പട്ടിക്കൂട്ടിലാണ് അടച്ചത്. അപ്പോൾ തനിക്ക് കിട്ടിയ മുള്ള് ഈ ബ്ലൂ ഡെവിലിന്റേതാണ് എന്ന് ടോമിന് മനസ്സിലായി. ബോധം വന്ന സോണിക് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എന്നിട്ട് അദ്ദേഹത്തോട് സോണിക് സംസാരിക്കുകയാണ്. പക്ഷെ ടോം ആകെ പേടിച്ചിട്ടാണുള്ളത്. അദ്ദേഹത്തിന്റെ വിചാരം സോണിക് ഒരു ഏലിയൻ ആണ് എന്നാണ്. എന്നാൽ സോണിക് തന്റെ ചരിത്രം മുഴുവനും പറയുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് സോണിക് ഇവിടെയാണ് ജീവിക്കുന്നത്. അതേപോലെ സോണിക് ഭൂമി വിട്ട് മറ്റൊരു ഗ്രഹത്തേക്ക് പോകാൻ ഇരിക്കുമ്പോഴാണ് താങ്കൾ എന്നെ ഷൂട്ട് ചെയ്തത് എന്നും സോണിക് അദ്ദേഹത്തോട് പറയുന്നുണ്ട്. ഈ സമയം ടോമിന്റെ വീട്ടിന്റെ പുറത്ത് ഡോക്ടർ റോബോട്നിക്കിന്റെ കാരാവാൻ എത്തി. സോണിക്കിന് അറിയാം അദ്ദേഹം തന്നെ പിടിക്കാനാണ് വന്നത്. താങ്കൾ എന്നെ രക്ഷിച്ചേ മതിയാവും. താങ്കളാണ് എന്റെ കാലിൽ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഓടാൻ സാധിക്കാത്തത്. സോ എന്റെ ജീവൻ ഇനി താങ്കളെ കൊണ്ട് മാത്രമേ രക്ഷിക്കാനായി കഴിയത്തുള്ളൂ. ഡോക്ടർ റോബോട്നിക് ടോമിന്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹം അന്വേഷിക്കുന്ന ജീവിയുടെ ഫുട് പ്രിന്റ് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായി ആ ജീവി ഈ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന്. സോണിക്കിനെ തന്റെ വീട്ടിന്റെ അകത്ത് ഒളിപ്പിച്ചിട്ട് ടോം ഡോക്ടറിനെ കാണാനായി പോയി, അദ്ദേഹത്തെ പറഞ്ഞു വിടാൻ വേണ്ടി. എനിക്ക് തന്റെ വീട് സെർച്ച് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, വാറണ്ട് പോലും ഇല്ലാത്ത ഒരു സ്ട്രേഞ്ചറിനെ എന്റെ വീട് സെർച്ച് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്നായിരുന്നു ടോമിന്റെ മറുപടി. അപ്പോൾ ടോം കാണാതെ റോബോട്നിക് അദ്ദേഹത്തിന്റെ കയ്യിലെ ബട്ടൺസ് പ്രസ് ചെയ്തു. അപ്പോൾ ടോമിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ എഗ് മെഷീൻസ് സെർച്ച് ചെയ്യാനായി കയറുകയാണ്. ഇതൊന്നും ടോം കാണുന്നില്ല. സോണിക് ഇത് കണ്ടപ്പോൾ സോണിക്കിന് മനസ്സിലായി ഈ മെഷീൻസ് തന്നെ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുമെന്ന്. സോണിക് ടോം തന്നെ ഒളിപ്പിച്ച സ്ഥലത്തുനിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. എന്നാൽ അകത്തുനിന്ന് സൗണ്ട് കേട്ടപ്പോൾ ഡോക്ടർ റോബോട്നിക് ടോമിനെ തള്ളി മാറ്റി വീട്ടിലേക്ക് സെർച്ച് ചെയ്യാനായി കയറി വന്നു. എന്നാൽ ശബ്ദം കേട്ടത് സോണിക്കിന്റേതല്ല, പകരം ജനാലയിലെ കൂടി വീട്ടിലേക്ക് കയറിയ റാക്കൂൺസിന്റേതാണ്. അങ്ങനെ അദ്ദേഹം പോകാനിരിക്കുമ്പോഴാണ് ടേബിളിൽ അദ്ദേഹം അന്വേഷിക്കുന്ന ജീവിയുടെ മുള്ള് കണ്ടത്. ഈ ജീവി എവിടെയെന്ന് ഡോക്ടർ റോബോട്നിക് ടോമിനോട് ചോദിച്ചു. അതേപോലെ അദ്ദേഹത്തിന്റെ ഒരു എഗ് മെഷീന് ടോമിന്റെ അടുത്ത് വന്നതായിട്ടും കാണാം. ആ എഗ് മെഷീന് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ നിനക്ക് 5 സെക്കൻഡ് സമയം തരും. അതിനുള്ളിൽ എന്റെ ചോദ്യത്തിന് നീ ഉത്തരം തന്നിട്ടില്ലെങ്കിൽ പിന്നെ മരണമായിരിക്കും നിന്റെ വിധി. ഞാൻ നിന്നെ കൊന്നാൽ പോലും എന്നോട് ആരും ചോദിക്കാനേ വരത്തില്ല. കാരണം ഗവൺമെന്റ് തന്നെയാണ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സോണിക്കിന് ഭയമായി. താൻ കാരണം ടോമിനെ കൊലക്ക് കൊടുക്കാൻ സോണിക്ക് തയ്യാറല്ല. സോണിക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ചാടി വന്നു. പ്ലീസ് ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ സോണിക്കിനെ കണ്ടപ്പോൾ തന്നെ റോബോട്നിക് ഭയന്നു. അപ്പോൾ ടോം അങ്ങേരെ അടിച്ച് ബോധം കെടുത്തുകയും ചെയ്തു. ശേഷം അദ്ദേഹത്തിന്റെ എഗ് മെഷീൻസ് അവിടെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. സോണിക് എന്നാൽ ചാടി വന്ന് ആ എഗ് മെഷീന്റെ മുകളിലേക്ക് കയറി. ടോം ആണെങ്കിൽ ആ എഗ് മെഷീൻ തകർക്കുകയും ചെയ്തു. എന്നിട്ട് സോണിക്കിനെ കൂട്ടി കാർ എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഇപ്പോൾ ഡോക്ടർ റോബോട്നിക്കിന് നല്ല ദേഷ്യം വന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം സോണിക്കിനെ പിടിക്കുക എന്നതും മാത്രമല്ല, തന്നെ തല്ലിയ ടോമിനോട് പ്രതികാരം ചെയ്യുക എന്നതുമാണ്. നീ ആരാണ്, നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ടോം സോണിക്കിനോട്
എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ കാരണം എനിക്ക് എന്റെ റിങ്സ് നഷ്ടമായി. എന്റെ മാജിക് റിങ്സ് ഇപ്പോൾ ഉള്ളത് സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ്. അത് കിട്ടിയാൽ മാത്രമേ എനിക്ക് ഭൂമി വിട്ട് മഷ്റൂം ഗ്രഹത്തിലേക്ക് പോകാൻ സാധിക്കൂ. എനിക്ക് സാൻ ഫ്രാൻസിസ്കോ എവിടെയാണ് എന്ന് അറിയത്തില്ല. ഞാൻ വർഷങ്ങളോളമായിട്ട് ഈ നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇനി താങ്കൾ വേണം എന്നെ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തിക്കാൻ. എന്നാലേ എനിക്ക് എന്റെ മാജിക് റിങ്സ് എടുക്കാനായി പറ്റത്തുള്ളൂ. രാത്രി ഒരു ടെലിഫോൺ ബൂത്തിൽ ടോം കാർ നിർത്തി സോണിക്കിനോട് പറയാണ്, നീ കാറിൽ തന്നെ ഇരിക്കണം, യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഞാൻ നാട്ടിലെ അവസ്ഥ എന്താണ് എന്ന് എന്റെ സുഹൃത്തിനെ കോൾ ചെയ്ത് അന്വേഷിച്ചിട്ട് വരാം. അപ്പോൾ ടോം വേഡിനെയാണ് കോൾ ചെയ്യാൻ പോകുന്നത്. ഈ സമയം സോണിക്ക് അവിടെ ഒരു ബാർ കാണുകയാണ്. അവിടെ വലിയ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സോണിക്കിന് അവിടെ പോകാൻ ആഗ്രഹമാവുകയാണ്. ടോം ആണെങ്കിൽ വേഡിനെ വിളിച്ചപ്പോൾ ടോമിന് ഒരു കാര്യം മനസ്സിലായി. സ്റ്റേഷനിൽ തന്നെ ട്രാക്ക് ചെയ്യാനായി ഡോക്ടർ റോബോട്ട്നിക് എത്തിയിട്ടുണ്ട്. അങ്ങേര് ടോമിനോട് പറയാണ്, നീ കളിച്ചത് ആരോടാണ് എന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. നീ എന്നോട് ചെയ്തതിന് തീർച്ചയായിട്ടും ഞാൻ പകരം ചോദിച്ചിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങേര് ടോമിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ടോം ഭക്ഷണവും വാങ്ങി തിരിച്ച് വണ്ടിയിലേക്ക് പോയപ്പോൾ വണ്ടിയിൽ സോണിക്കിനെ കാണുന്നില്ല. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി സോണിക്ക് അവിടെയുള്ള ബാറിലാണ് പോയതെന്ന്. സോണിക്കിനെ അന്വേഷിച്ച് ബാറിൽ പോയപ്പോൾ സോണിക്ക് തൊപ്പിയും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. വാ നമുക്ക് പോകാം, നേരമായി എന്ന് ടോം പറഞ്ഞപ്പോൾ, പ്ലീസ് ഞാൻ ഈ ഭൂമി വിട്ടു പോവുകയാണ്. അതിനു മുൻപ് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടുന്ന് പോകാം. അപ്പോൾ സോണിക്കിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ടോം സമ്മതിച്ചു. അങ്ങനെ ടോമും സോണിക്കും ആ രാത്രി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ അവരെ വെറുതെ ശല്യം ചെയ്യാനായി കുറച്ച് ഗുണ്ടകൾ വന്നു. അവര് പല കാര്യങ്ങൾ പറഞ്ഞ് ടോമിനെയും സോണിക്കിനെയും അപമാനിച്ചു. അതേപോലെ ആ ഗുണ്ടയാണെങ്കിൽ ടോമിന്റെ മുഖത്ത് ഇടിക്കുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ബാറിലെ സകല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നതാണ്. അപ്പോൾ നമ്മുടെ സോണിക്ക് ചെയ്തത് എന്തെന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ ഓടിച്ചെന്ന് ഓരോ ആൾക്കാരും ഓരോ ട്രാപ്പിൽ സെറ്റ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാവരും ഓരോ ട്രാപ്പിൽ കുടുങ്ങിയിട്ട് എല്ലാവരും വീണു പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അവർക്ക് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. സോണിക്കിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ടോമിന് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാകുന്നത്. രാത്രി ഒരു ഹോട്ടൽ റൂം എടുത്ത് അവര് സ്റ്റേ ചെയ്യുകയാണ്. സോണിക്ക് ഉറങ്ങിയതിനു ശേഷം സോണിക്കിന്റെ ഭൂമിയിലെ ആഗ്രഹങ്ങൾ എഴുതിയ പേപ്പർ ടോം നോക്കുകയാണ്. അപ്പോൾ അതിലെ ഓൾമോസ്റ്റ് എല്ലാ ആഗ്രഹങ്ങളും സോണിക്ക് സാധിച്ചു. എന്നാൽ ഒരു ആഗ്രഹം മാത്രം ബാക്കി നിൽക്കുന്നുണ്ട്. അത് മേക്ക് എ ഗുഡ് ഫ്രണ്ട് അഥവാ നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക എന്നതാണ്. ഇവിടെ ടിവിയിലൊക്കെ ടോമിനെ കുറിച്ചുള്ള വാർത്തയാണ്. ടോം തീവ്രവാദി സംഘടനയിലുള്ള ആളാണ് എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത്. ഇവിടെ ഇന്നലെ ഫൈറ്റ് നടന്ന ബാറിൽ അന്വേഷണത്തിനായി ഡോക്ടർ റോബോട്ട്നിക് എത്തി. അങ്ങനെ അവരെ ചോദ്യം ചെയ്തപ്പോൾ ടോം എങ്ങോട്ടേക്കാണ് പോയത് എന്ന് റോബോട്ട്നിക്കിന് മനസ്സിലായി. ഇവിടെ അവരുടെ കാറിന്റെ പിന്നാലെ റോബോട്ട്നിക് തന്റെ കാരവാനിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു വാഹനം പോകുന്നതായി കാണാം. ആ വാഹനം ഇവരെ അറ്റാക്ക് ചെയ്യാനായിട്ടും തുടങ്ങി. അപ്പോൾ അതിനെ സോണിക്ക് ബോൾ പോലെ സ്പിൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് പരാജയപ്പെടുത്തി. പക്ഷെ ആ വാഹനത്തിൽ നിന്ന് മറ്റൊരു ചെറിയ വാഹനം പുറത്തു വന്ന് അത് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് പിന്നാലെ വരികയാണ്. ഇവരുടെ കാർ അറ്റാക്ക് ചെയ്യാനായി ആ വാഹനം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സോണിക്ക് വളരെ വേഗത്തിൽ ചെന്ന് ആ ബുള്ളറ്റ്സ് ആ വാഹനത്തിലേക്ക് തന്നെ തിരിക്കുകയാണ്. പക്ഷെ എവിടെയും അവസാനിച്ചിട്ടില്ല. ഒരു വീലുള്ള മറ്റൊരു വാഹനം കൂടി റോബോട്ട്നിക് അവരെ അറ്റാക്ക് ചെയ്യാനായി വിട്ടു. എന്നാൽ സോണിക്കിനോട് കാർ ഡ്രൈവ് ചെയ്യാനായി പറയുകയും ടോം ഒരു ബേസ്ബോൾ ബാറ്റ് കൊണ്ട് ആ വാഹനത്തെയും അടിച്ച് തകർത്ത് പരാജയപ്പെടുത്തി. എന്നാൽ ഇവിടെയും അവസാനിച്ചിട്ടില്ല. അതിനുശേഷം ചെറിയ ഒരു ഡ്രോൺ പോലത്തെ സാധനം അവരുടെ കാറിന്റെ അടുത്ത് പറന്നു വന്നു. എന്നിട്ട് കാറിന്റെ ടോപ്പ് സൈഡ് കട്ട് ചെയ്തു. സോണിക്ക് ആ ഡ്രോൺ പിടിച്ച് കൈ കൊണ്ട് തകർക്കാനേ ശ്രമിച്ചു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. ആ ഡ്രോൺ ആക്ച്വലി ഒരു ബോംബാണ്. അത് കൈ കൊണ്ട് പിടിച്ചാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് മനസ്സിലാക്കിയ ടോം കാർ പെട്ടെന്ന് സൈഡാക്കി സോണിക്കിന്റെ കയ്യിലുള്ള ബോംബ് അഴിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ അത് ടോമിന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചു. അപ്പോൾ ടോമിനെ രക്ഷിക്കാനായി സോണിക് അത് തന്റെ കയ്യിലേക്ക് എടുത്തു. അവസാനം ഒരുവിധം ആ ബോംബ് സോണിക്ക് കയ്യിൽ നിന്ന് അഴിച്ചു പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും ആ ബോംബ് പൊട്ടിത്തെറിച്ചു. ആ സ്ഫോടനത്തിൽ സോണിക്കിന്റെ ബോധം പോയി. എന്നാൽ സോണിക്കിന് ജീവനുണ്ട്. റോബോട്ട്നിക്കിന് ഇപ്പോൾ നല്ല ദേഷ്യം വന്നു. എന്തൊക്കെ ചെയ്തിട്ടും അവന്മാരെ കൊല്ലാൻ കഴിയാത്തത് കൊണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് താൻ ടോമിന്റെ വീട്ടിൽ നിന്ന് എടുത്ത സോണിക്കിന്റെ മുള്ളിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഇത് വെച്ച് അദ്ദേഹത്തിന് ഒരു കാര്യം ചെയ്യാനേ പറ്റും. പരിക്കേറ്റ സോണിക്കിനെ കൂട്ടി ടോം മാരിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് വന്നു. എന്നാൽ മാരിയുടെ സഹോദരി ടോമിനെ അകത്തേക്ക് കയറ്റാൻ തയ്യാറല്ല. നിന്റെ ഭർത്താവ് ഒരു തീവ്രവാദിയാണ് എന്നൊക്കെ മാരിയുടെ സഹോദരി മാരിയോട് പറയുന്നുണ്ട്. അപ്പോൾ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ടോം അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവരുടെ വളർത്തുനായ ടോം സോണിക്കിനെ പൊത്തിപ്പിടിച്ച് ഷോള് വലിച്ചു മാറ്റി. അപ്പോൾ സോണിക്കിനെ കണ്ട് പേടിച്ച് സഹോദരിയുടെ ബോധം പോയി. ഇവിടെ ഡോക്ടർ റോബോട്ട്നിക് ആണെങ്കിൽ സോണിക്കിന്റെ മുള്ളിലുള്ള DNA ഉപയോഗിച്ച് ഡോക്ടർ റോബോട്ട്നിക് അതേ ശക്തിയിലുള്ള ഒരു മെഷീൻ നിർമ്മിച്ചെടുത്തു. ആ മെഷീൻ വെച്ച് എന്തായാലും സോണിക്കിന്റെ അതേ ശക്തിയിൽ ഇനി സോണിക്കിനെ പിടിക്കാനായി
അദ്ദേഹത്തിന് സാധിക്കും. വെറ്റിനറി ഡോക്ടറായ മാഡി സോണിക്കിനെ ചികിത്സിക്കുകയാണ്. ഫൈനലി നമ്മുടെ സോണിക്കിന് ബോധം വന്നു. മാഡിയോട് സോണിക്കിനെ കുറിച്ച് സകല കാര്യങ്ങളും ടോം വിശദീകരിച്ചു പറയുകയാണ്. അവനെ കൂട്ടി ട്രാൻസ് അമേരിക്ക ബിൽഡിംഗിലേക്ക് ചെല്ലണം. അവിടെയാണ് അവന്റെ മാജിക് റിങ്സ് വീണത്. അത് കിട്ടിയാൽ മാത്രമേ അവന് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ. അങ്ങനെ അവർ ട്രാൻസ് അമേരിക്ക ബിൽഡിംഗിലേക്ക് പോവുകയാണ്. ഫൈനലി അവർ അവരുടെ ലക്ഷ്യസ്ഥലത്തെത്തി. സോണിക്ക് ഭൂമി വിട്ട് മഷ്റൂം ഗ്രഹത്തിലേക്ക് പോകാനുള്ള തന്റെ മാജിക് റിങ്സ് കിട്ടി. അങ്ങനെ നമ്മുടെ സോണിക്ക് ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. എന്നാൽ സോണിക്കിന് ഭൂമി വിട്ട് മനുഷ്യരൊന്നും ഇല്ലാത്ത ഒരു ഗ്രഹത്തിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല. എന്നാൽ സോണിക്കിന് വേറെ വഴിയില്ല. സോണിക്കിന് തന്നെ അറിയുന്ന കാര്യമാണ്, ഇനി താൻ ഭൂമിയിൽ നിന്നാൽ അത് തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അപകടമാണ് എന്ന്. ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും എന്ന് പറഞ്ഞ് സോണിക്ക് ഭൂമിയിൽ നിന്ന് പോകാൻ തന്റെ മാജിക് റിംഗ് എറിയുകയാണ്. എന്നാൽ ഈ സമയം അവിടെ ഡോക്ടർ റോബോട്ട്നിക്കിന്റെ എഗ് മെഷീൻസ് അവിടെ ചുറ്റും വന്നതായി കാണാം. അതേപോലെ അദ്ദേഹം നിർമ്മിച്ചെടുത്ത പുതിയ പവർഫുൾ മെഷീനിൽ അവരെ അറ്റാക്ക് ചെയ്യാൻ നേരിട്ട് എത്തിയിട്ടുണ്ട്. ഇനി കഥയുടെ ക്ലൈമാക്സ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. തന്റെ കയ്യിലുള്ള മാജിക് റിങ്സ് ഉപയോഗിച്ച് ടോമിനെയും മാഡിയും സോണിക്ക് തിരിച്ച് ഗ്രീൻ ഹിൽസിലേക്ക് എത്തിച്ചു. സോണിക്ക് ഓടി രക്ഷപ്പെടുന്നേ നോക്കുമ്പോൾ അതേ വേഗതയിൽ തന്നെ ഡോക്ടർ റോബോട്ട്നിക്ക് സോണിക്കിന്റെ പിന്നാലെ വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചത് എന്നൊന്നും സോണിക്കിന് മനസ്സിലാവുന്നില്ല. തന്റെ കയ്യിലുള്ള മാജിക് റിങ്സ് ഉപയോഗിച്ച് മറ്റു രാജ്യത്തേക്കൊക്കെ രക്ഷപ്പെടാൻ സോണിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ ആ മാജിക് റിങ്സിലേക്ക് കൂടി തന്നെ വളരെ വേഗത്തിൽ റോബോട്ട്നിക്കും വരുന്നുണ്ട്. അവസാനം അവര് ഗ്രീൻ ഹിൽസിലേക്ക് തന്നെ എത്തുകയാണ്. സോണിക്ക് പരാജയപ്പെട്ട് താഴെ വീണ് കിടക്കുകയാണ്. അതേപോലെ ഡോക്ടർ റോബോട്ട്നിക്ക് സോണിക്കിനെ പിടികൂടാനായിട്ടും വന്നു. എന്നാൽ സോണിക്കിനെ രക്ഷപ്പെടുത്താനെ ടോം റോബോട്ട്നിക്കിന്റെ മെഷീനിൽ ചാടിക്കയറി. എന്നിട്ട് അദ്ദേഹവുമായി ഫൈറ്റ് ചെയ്യുകയാണ്. എന്നാൽ അവസാനം ടോം താഴെ വീണു. അവനെ നീ എന്തിനാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അവൻ വെറും ഒരു ഏലിയൻ ആണ് എന്ന് റോബോട്ട്നിക് പറഞ്ഞപ്പോൾ ടോം പറയാണ്, അവൻ ഏലിയൻ ഒന്നുമല്ല, അവന്റെ പേരാണ് സോണിക്. അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഇത് കേട്ട താഴെ വീണ് കിടക്കുന്ന സോണിക്കിന് ഒരു പവർ അങ്ങ് വന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സോണിക്കിന്റെയും റോബോട്ട്നിക്കിന്റെയും ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. റോബോട്ട്നിക് ഇപ്പോൾ സോണിക്കിനെ പിടിക്കാനല്ല ശ്രമിക്കുന്നത്, മറിച്ച് കൊല്ലാൻ തന്നെയാണ്. എന്നാൽ സോണിക് ചെയ്തത് എന്തെന്ന് വെച്ചാൽ തന്റെ മാജിക് റിംഗ് ഓപ്പൺ ചെയ്ത് അങ്ങേരെ താൻ പോകാൻ ഇരുന്ന മഷ്റൂം ഗ്രഹത്തിലേക്ക് വിടുകയാണ്. ക്ലൈമാക്സിൽ നമ്മുടെ ടോം സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയിട്ടില്ല, അദ്ദേഹം ഗ്രീൻ ഹിൽസിൽ തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല സോണിക്കിന് വേണ്ടി അവർ അവരുടെ വീട്ടിൽ തന്നെ ഒരു ഗംഭീര മുറി സെറ്റ് ചെയ്തു കൊടുത്തു. അതൊക്കെ കണ്ടപ്പോൾ സോണിക്കിന് ഒരുപാട് സന്തോഷമായി. ടോമും മാഡിയും സോണിക്കിനെ അവരുടെ വീട്ടിലേക്ക് പുതിയ ഒരു അംഗത്തെ പോലെ തന്നെ സ്വാഗതം ചെയ്തു. ഇനി കഥയുടെ അവസാനം നമ്മുടെ റോബോട്ട്നിക്കിന്റെ അവസ്ഥ എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഈ ഗ്രഹത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം. അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴും സോണിക്കിന്റെ മുള്ളുണ്ട്. അത് വെച്ച് ബുദ്ധിശാലിയായ റോബോട്ട്നിക്ക് എന്തെങ്കിലുമായിട്ട് ഉറപ്പായും ചെയ്യും. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ വീഡിയോ കൂടി ക്ലിക്ക് ചെയ്ത് കാണും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.